Welcome to Technical Education Series program on electronic devices and circuits. In the 15th session of this program, we are discussing on part 2 of module 4, oscillators. In this session, we will cover the topics RC phase shift oscillator, Weinberg oscillator and crystal oscillator. RC oscillators. ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിരുന്ന LC ഓസിലേറ്ററുകളെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ്. എന്നാൽ ഇത്തരം ഓസിലേറ്ററുകൾ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിലെ ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും മൂല്യങ്ങൾ വളരെ കൂടുതലായിരിക്കണം. മൂല്യങ്ങൾ കൂടുതലുള്ള ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വലുപ്പവും വളരെ കൂടുതലായിരിക്കും. ഈ കാരണത്താൽ LC ഓസിലേറ്ററുകൾ ലോ ഫ്രീക്വൻസി ഉപയോഗത്തിന് യോജിച്ചതല്ല. ഈ സ്ഥാനത്ത് റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ചുള്ള RC ഓസിലേറ്ററുകളാണ് കൂടുതൽ അനുയോജ്യം. വ്യത്യസ്ത രൂപത്തിലുള്ള RC ഓസിലേറ്ററുകൾ ലഭ്യമാണെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടവ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻബ്രിഡ്ജ് ഓസിലേറ്ററുമാണ്. LC oscillators operates well at high frequencies, but at low frequencies the inductors and capacitors required for tank circuit would have to be very bulky. Hence, LC oscillators are not suitable for low frequencies. RC oscillators are found to be more suitable at low frequencies. Phase shift oscillator and Weinberg oscillators are two important RC oscillators. Phase shift oscillator. ഓസിലേറ്ററിൽ ഫീഡ്ബാക്ക് വോൾട്ടേജിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകുന്നതിന് ഒരു പ്രത്യേക ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ C1, R1, C2, R2, C3, R3 എന്നീ 3 RC നെറ്റ്വർക്കുകൾ കൂട്ടിച്ചേർത്താണ് ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന C1, C2, C3 എന്നീ കപ്പാസിറ്ററുകളുടെ മൂല്യവും R1, R2, R3 എന്നീ റെസിസ്റ്ററുകളുടെ മൂല്യവും തുല്യമായിരിക്കും. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ഒരു RC നെറ്റ്വർക്ക് വഴി 60 ഡിഗ്രി ഫേസ് വ്യത്യാസം ലഭിക്കത്തക്ക വിധത്തിലാണ് റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും മൂല്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ 3 സർക്യൂട്ടുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ 180 ഡിഗ്രി ഫേസ് വ്യത്യാസം ലഭ്യമാകുന്നതാണ്. ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഘടകങ്ങളായ RB, RE, RC എന്നിവ ട്രാൻസിസ്റ്ററിന് ബയാസിംഗ് നൽകുന്നതിനും കപ്പാസിറ്റർ CE AC സിഗ്നൽ ബൈപ്പാസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ളതാണ്. In this oscillator, phase shift circuit is used to obtain a phase shift of 180 degree for the feedback voltage. In the RC phase shift oscillator shown in figure, the phase shift circuit consists of 3 RC networks connected in succession. In the circuit, R1 is equal to R2 is equal to R3 and C1 is equal to C2 is equal to C3. And the value of R and C are adjusted to provide a phase shift of 60 degree in each section at the resonant frequency, so that the total phase shift produced by the whole network is 180 degree at a resonant frequency FR. This will cause the circuit to oscillate at that frequency. In the circuit, RE, RB and RC are meant to provide DC bias and stabilization to the transistor, and CE is the emitter bypass capacitor. VCC on ചെയ്യുന്നതോടെ
RC സർക്യൂട്ട് വഴി കളക്ടർ കറണ്ട് പ്രവഹിക്കുന്നതും RC ട്യൂൺ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഓസിലേഷൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഈ ഓസിലേഷൻ ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് വഴി ബേസിലേക്ക് എത്തുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കും. ഇത് ആംപ്ലിഫൈ ചെയ്ത് കളക്ടറിൽ എത്തുന്നതോടെ വീണ്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൂടി ഉണ്ടാവുകയും ട്യൂൺ സർക്യൂട്ടിലെ ഓസിലേഷന് സഹായമാകും വിധം എനർജി പൾസ് നൽകുന്നതിന് സാധിക്കുകയും ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. When the circuit is switched on, collector current flows through RC network and produces oscillation at its resonant frequency. When these oscillations are fed to the base, it will attain a phase shift of 180 degree from the RC network. A further phase shift of 180 degree is produced by the transistor and hence the oscillations will be sustained. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓസിലേഷൻ ഫ്രീക്വൻസി ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററിന്റെയും റെസിസ്റ്ററിന്റെയും മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കും. The frequency of oscillation of this oscillator is given by FO is equal to 1 by 2 pi RC root 6, where R1 is equal to R2 is equal to R3 is equal to R, and C1 is equal to C2 is equal to C3. Gain of amplifier. RC phase shift ഓസിലേറ്ററിൽ ഫീഡ്ബാക്ക് സിഗ്നലിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി RC നെറ്റ്വർക്ക് വഴി കടന്നു പോകുമ്പോൾ അതിന് 1/29 ഭാഗം നഷ്ടം വരുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ആംപ്ലിഫയറിന്റെ ഗെയിൻ 29ൽ കൂടുതലായിരിക്കണം. എന്നാൽ ഗെയിൻ 29നേക്കാൾ വളരെ കൂടുതലാവുന്നത് ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ കാരണമാകുന്നതിനാൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ 29ന് തൊട്ടു മുകളിലായി സജ്ജീകരിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. Network analysis shows that when the necessary phase shift of 180 degree is obtained, RC network attenuates the output voltage by a factor of 1/29. This means that the amplifier must have a voltage gain of 29 or more. If the gain is much greater than 29, the oscillator output will be distorted. Therefore, it is better to keep the gain slightly greater than 29. Next, advantages of RC phase shift oscillator. Good frequency stability. Not bulky since it does not use a transformer or inductors. Simple and cheap as it contains only resistors and capacitors. Waveforms are pure and sinusoidal since there is no core saturation and harmonic distortion. Can be used for producing low frequencies. Then disadvantages. Cannot be used at high frequencies. As the feedback is small, it is not easy to start oscillations. Low output. Requires high VCC. Cannot be used in any application where timing is critical. Then applications. Phase shift oscillators have very rare applications. It is particularly used for generating signals in the audio frequency range. Usually, it is used for generating fixed spot frequencies. വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ. സാധാരണ ഓസിലേറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു RC ബ്രിഡ്ജ് സർക്യൂട്ടാണ് ഇത്തരം ഓസിലേറ്ററുകളിൽ ടാങ്ക് സർക്യൂട്ടായി ഉപയോഗിക്കുന്നത്. ഫീഡ്ബാക്ക് വോൾട്ടേജിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ലഭ്യമാകുന്നതിന് രണ്ടാമതൊരു ആംപ്ലിഫയർ സ്റ്റേജ് കൂടി ഈ ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗം ഫേസ് ഷിഫ്റ്റ് നൽകാതെ ഒന്നാമത്തെ
ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്കും നൽകുന്നുണ്ട്. It is another type of RC oscillator in which a RC bridge circuit form tank circuit, and it used two stages of RC coupled amplifier to obtain a phase shift of 360 degree as 180 degree from each stage for the input signal. In this oscillator, a part of its output is fed to the input through a feedback network without producing any further phase shift. ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Q1, Q2 എന്നീ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകൾ ഉൾപ്പെട്ട ഈ സർക്യൂട്ടിൽ ഓസിലേറ്ററായും ആംപ്ലിഫയറായും പ്രവർത്തിക്കുന്നത് Q1 ട്രാൻസിസ്റ്റർ ആണ്. എന്നാൽ Q2 ട്രാൻസിസ്റ്റർ ഫേസ് ഷിഫ്റ്റ് നൽകുന്നതിനുള്ള ഒരു ഇൻവെർട്ടർ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്നും C3, C1, R1, C2, R2 എന്നിവ വഴി ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഓസിലേറ്ററിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റെസിസ്റ്റർ R3, R4 വഴി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടി ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നുണ്ട്. ഈ ഓസിലേറ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓസിലേഷൻ ഫ്രീക്വൻസി RC നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ C1, C2, റെസിസ്റ്റർ R1, R2 എന്നിവയുടെ മൂല്യങ്ങളെ ആശ്രയിച്ചിരിക്കും. The circuit arrangement of a Wien bridge oscillator is shown in figure. It consists a two-stage amplifier and a RC bridge circuit with amps R1, C1, R2, C2, R3 and R4. In the circuit, transistor Q1 serves as an amplifier and an oscillator, while Q2 serves as an inverter to produce a phase shift of 180 degree. A part of Q2 is fed back to the input of the Q1 through a feedback network R1, C1, R2, C2. A negative feedback is also arranged in this circuit by network formed by R3 and R4 to provide better stability and constant output. The frequency of oscillation of this oscillator is given by Fo is equal to 1 by 2 pi root R1 C1 into R2 C2. If R1 is equal to R2 is equal to R and C1 is equal to C2 is equal to C, Fo is equal to 1 by 2 pi RC. Advantages of Wien bridge oscillator: good stability, constant output, easy and simple operation, high output, easy to tune. Disadvantages: expensive since more components are used, cannot be used for high frequencies. Applications: the Wien bridge oscillator is the standard circuit for generating low frequencies in the range of 10 Hz to 1 MHz. It is used in all commercial audio generators. Crystal oscillators. ഇതുവരെ നാം പ്രതിപാദിച്ചിരുന്ന LC ഓസിലേറ്ററുകൾക്കും RC ഓസിലേറ്ററുകൾക്കും ഉള്ള പ്രധാന ന്യൂനത അവയുടെ ഫ്രീക്വൻസി സ്ഥിരതയില്ലായ്മയാണ്. താപ വ്യത്യാസത്തിനനുസരിച്ച് ഇൻഡക്ടറിന്റെയും റെസിസ്റ്ററിന്റെയും മൂല്യത്തിൽ വ്യത്യാസം വരുന്നതാണ് ഇതിനു കാരണം. അതിനാൽ ഫ്രീക്വൻസി സ്ഥിരത വളരെ നിർബന്ധമുള്ള ഉപകരണങ്ങളിൽ ഇത്തരം ഓസിലേറ്ററുകൾ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന സ്ഥിരത കൂടുതലുള്ള ഒരു ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇത്തരം ഓസിലേറ്ററുകളിൽ LC, RC ടാങ്ക് സർക്യൂട്ടുകൾക്ക് പകരമായോ ടാങ്ക് സർക്യൂട്ട് ഫ്രീക്വൻസി നിയന്ത്രിക്കുന്നതിന് പ്രത്യേകമായോ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നുണ്ട്.
The major problem with LC and RC oscillators is that the frequency does not remain perfectly constant. This is because the values of the resistors and inductors change with temperature. Therefore, this type of oscillators are not used in the systems where it is necessary to maintain the constant frequency, such as radio, TV broadcast stations, timers, microprocessors, etc. In such places, we are using crystal oscillators, in which piezoelectric crystal is used in place of LC bar RC circuit, or an additional crystal is used to control the oscillation in the tank circuit. The frequency of crystal oscillator remains perfectly constant even if temperature changes. Piezoelectric effect. ടർമലൈൻ, ക്വാർട്സ് തുടങ്ങിയ ചില ക്രിസ്റ്റലുകൾക്ക് കുറുകെ AC വോൾട്ടേജ് ഏൽപ്പിച്ചാൽ ക്രിസ്റ്റൽ AC വോൾട്ടേജിന്റെ അതേ ഫ്രീക്വൻസിയിൽ കമ്പനം ചെയ്യുകയും മറിച്ച് ക്രിസ്റ്റലിനെ ഭൗതികമായി കമ്പനം ചെയ്യിച്ചാൽ അതേ ഫ്രീക്വൻസിയിലുള്ള AC വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെയാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. When AC voltage is applied across certain crystal such as quartz, tourmaline, rochelle salt, etc., it starts vibrating at a frequency equal to that of the applied voltage. This effect is known as piezoelectric effect. Conversely, if the crystal is mechanically vibrated, it develops an AC voltage. The quartz is the most commonly used crystal in crystal oscillators. ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രിസ്റ്റൽ കഷ്ണങ്ങൾ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ സെറ്റ് ചെയ്താണ് ഓസിലേറ്റർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ഈ അവസ്ഥയിൽ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ ക്രിസ്റ്റൽ ഒരു ഡയലക്ട്രിക് ആയി വർദ്ധിച്ച് ഒരു കപ്പാസിറ്ററിന് രൂപം നൽകുന്നതായിരിക്കും. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു AC വോൾട്ടേജ് നൽകുകയാണെങ്കിൽ AC വോൾട്ടേജിന്റെ അതേ ഫ്രീക്വൻസിയിൽ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നതും നൽകിയിരിക്കുന്ന AC വോൾട്ടേജ് ഫ്രീക്വൻസി ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായി വരുമ്പോൾ ക്രിസ്റ്റൽ റെസൊണന്റ് സ്റ്റേറ്റിലേക്ക് വരുന്നതും പരമാവധി ആയതിൽ വൈബ്രേഷൻ നടക്കുന്നതുമായിരിക്കും. While using crystal in electronic oscillator, it is suitably cut and then placed between two metal plates as shown in figure. In this state, it forms a capacitor Cm with the crystal as dielectric between two metal plates. If an AC voltage is applied across the plates, the crystal starts vibrating at the frequency of the applied voltage. If the frequency of the applied voltage equals to the natural frequency of the crystal, resonance takes place and the crystal vibrates at maximum. ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ സിംബലും അതിന്റെ ഇക്വലന്റ് ഇലക്ട്രിക്കൽ റെസൊണൻസ് സർക്യൂട്ടുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതില് RLC ഭാഗമാണ് ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് റെസൊണൻസ് സർക്യൂട്ട്. Cm എന്നത് ക്രിസ്റ്റലിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള കപ്പാസിറ്റൻസിനെ സൂചിപ്പിക്കുന്നു. The simple and equivalent electrical resonance circuit of the crystal is shown in figure, where Cm is the mounting capacitance, RLC is the electrical equivalent circuit of the crystal. ഈ സർക്യൂട്ടിന് രണ്ട് റെസൊണന്റ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കുന്നതാണ്. This circuit has two resonant frequency. ഇതിൽ ഒന്നാമത്തേത് കപ്പാസിറ്റർ സിയും ഇൻഡക്ടർ എല്ലും ചേർന്നുണ്ടാവുന്ന സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി FS ആണ്. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി FS, the inductance L and the capacitance C form a series resonance circuit and resonate at the series resonance frequency FS when XL is equal to XC. That is, Fs is equal to 1 by 2 pi
root LC heads. At this frequency, current through the resonant circuit will be maximum. രണ്ടാമത്തേത് RLCയും CMഉം ചേർന്നുണ്ടാവുന്ന പാരലൽ റെസൊണന്റ് സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി FP ആയിരിക്കും. സെക്കൻഡ്, പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി FP. The capacitor CM in parallel with the RLC forms a parallel resonant circuit and resonates at the parallel resonant frequency FP when reactance of the series leg equals to the reactance of CM. At this frequency, the crystal offers very high impedance to the external circuit. Here, FP is equal to 1 by 2 pi root CT, where CT is equal to C into CM divided by C plus CM. Crystal oscillator circuit. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സീരീസ് റെസൊണൻസ് മോഡിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കലക്ടറിൽ നിന്നും ബേസിലേക്കുള്ള ഫീഡ്ബാക്ക് പാത്തിനോട് ശ്രേണിയിലാണ് ഇവിടെ ക്രിസ്റ്റൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ മോഡിൽ ക്രിസ്റ്റൽ ഇംപിഡൻസ് വളരെ കുറവായിരിക്കുന്നതും ഇൻപുട്ടിലേക്ക് പരമാവധി ഫീഡ്ബാക്ക് ലഭ്യമാകുന്നതുമായിരിക്കും. ഈ കാരണത്താൽ ഓസിലേഷൻ ഫ്രീക്വൻസി ക്രിസ്റ്റലിന്റെ സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്ററിലോ പവർ സപ്ലൈ വോൾട്ടേജിലോ മറ്റോ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഓസിലേറ്റർ ഫ്രീക്വൻസിയെ ബാധിക്കുന്നതല്ല. ഇത്തരം സർക്യൂട്ട് സംവിധാനത്തെ പീസ് ക്രിസ്റ്റൽ എന്ന് വിളിക്കാവുന്നതാണ്. Figure shows the circuit diagram of crystal oscillator. In this circuit, crystal is connected as series element in the feedback path for the operation in the series resonant mode. In this mode of operation, the crystal impedance is the smallest and the amount of positive feedback is the largest. As a result, the frequency of oscillation is set by the series resonant frequency of the crystal, which is not affected by any variations in the transistor parameters and the supply voltage. This type of circuit is known as piece crystal. ഈ സർക്യൂട്ടിൽ കപ്പാസിറ്റർ CC കലക്ടറിനും ബേസിനും ഇടയിൽ DC ബ്ലോക്ക് ചെയ്യുന്നതിനും റെസിസ്റ്റർ R1, R2, RE എന്നിവ ട്രാൻസിസ്റ്ററിന് DC ബയാസും സ്റ്റെബിലൈസേഷൻ നൽകുന്നതിനും റേഡിയോ ഫ്രീക്വൻസി ചോക്ക് RFC കലക്ടർ ലോഡായി വർത്തിക്കുന്നതും AC സിഗ്നൽ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് കടന്നു പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. In the circuit, coupling capacitor CC blocks DC between collector and base. Resistors R1, R2, RE are to provide DC bias and stabilization to transistor. Capacitor CE provides AC ground to the signal current. Radio frequency choke RFC is the DC load for the collector and it also blocks AC current from getting to the power supply. Advantages of crystal oscillator: high stability, high Q. Disadvantages: frequency of oscillation cannot be varied if desired. Not suited to use in high power circuits. Costly. Applications: crystal oscillators are using in the systems where it is necessary to maintain constant frequency, such as consumer devices like wristwatch, clocks, radios, computers, and cell phone. Quartz crystal are also found inside test and measurement equipments such as counters, signal generators, and oscilloscope. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.